നമസ്കാരം. കാത്തിരിപ്പിന്റെ ഇത്തിരി വെളിച്ചത്തിന്റെ തുരുത്ത് ഏറെ അകലെ അല്ലെന്ന് വിശ്വസിക്കാൻ പഠിപ്പിച്ച ചിന്തകളാണ് ജീവിതത്തിന്റെ പ്രചോദനം. ഒറ്റപ്പെടലിലും വേദനയിലുമെല്ലാം എല്ലാവരും പ്രതീക്ഷ അർപ്പിക്കുന്നതും ഈ വെളിച്ചത്തുരുത്തിലേക്കാണ്. വാർത്താ അധ്യായങ്ങളുടെ അതിവേഗ യാത്രയ്ക്കിടെ കാണാതെ പോകുന്ന വാസ്തവ ചിത്രങ്ങളുമായി കാഴ്ചയ്ക്കപ്പുറം വീണ്ടും പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമ എന്നും കണ്ണഞ്ചിപ്പിക്കുന്ന മായിക ലോകമാണ്. അവിടെ വിജയം കൊയ്യുന്നവനെ ലോകമറിയും. അവരുടെ കഥകൾ വാർത്തകൾ ഇടം പിടിക്കും. എന്നാൽ വെള്ളിത്തിരയ്ക്ക് പിന്നിൽ നിരവധി ആളുകളുടെ ജീവിതം വെളിച്ചം കാണാത്ത സിനിമ പോലെ പൊടിപിടിച്ച് കിടക്കുകയാണ്. ഇത്തരത്തിൽ സിനിമാക്കാർ മറന്ന കബീറിന്റെ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണ് കാഴ്ചയ്ക്കപ്പുറം ആദ്യം പറയുന്നത്. കബീർ തിരുവനന്തപുരം എന്ന കലാകാരനെ സിനിമയുടെ മായിക ലോകം മറവിയുടെ ശ്മശാനത്തിൽ കുഴിച്ചുമൂടിയിട്ട് 1 വർഷം പിന്നിടുന്നു. സിനിമയുടെ ലോകത്ത് ഒരിക്കലും അംഗീകാരങ്ങൾ ലഭിക്കാത്ത ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്ന ആളായിരുന്നു കബീർ. എന്നാൽ കബീറിന്റെ മരണത്തോടെ തനിച്ചായത് ഭാര്യ ഭീമയാണ്. ഇപ്പം എനിക്ക് കുടിവെള്ളം കുടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. എൻ്റെ കൂമ്പിലൊരു നീരാണ്, 2 കണ്ണും പഴുത്തു പോവുകയാണ്, ഇളക്കൂട്ടിൽ വരണമാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ല. നാട്ടുകാരെ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. നിത്യരോഗിയായ ഇവരുടെ ഇന്നത്തെ അവസ്ഥ ആരുടെയും കരളലിയിക്കും. സഹായിക്കാൻ ആളോ കയറിക്കിടക്കാൻ വീടോ ഇല്ല. മരുന്നിനും ഭക്ഷണത്തിനും ആളുകൾക്ക് മുന്നിൽ കൈനീട്ടുകയാണ് ഈ 63കാരി. 3 മക്കളും തീരാരോഗത്തിനടിമകൾ. 3 മക്കളും 3 അവസ്ഥയിലുള്ള രോഗങ്ങൾ വെച്ച മക്കളാണ്. അവസ്ഥകളും വാടകയ്ക്ക് ഓരോ തിണ്ണതോടും കിടക്കുകയാണ്, കുമരികളെ വെച്ചുകൊണ്ട്. EMS ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം കോർപ്പറേഷൻ 3.5 സെന്റ് സ്ഥലം വീട് വയ്ക്കാൻ നൽകിയെങ്കിലും ബേസ്മെന്റ് കെട്ടിയെങ്കിൽ മാത്രമേ ആദ്യ ഗഡു ലഭിക്കുകയുള്ളൂ. അതിനായുള്ള പണത്തിനായി പള്ളികൾ ഉൾപ്പെടെ പലരെയും സമീപിച്ചെങ്കിലും എല്ലാവരും ഇവരെ കൈയൊഴിഞ്ഞു. പള്ളികളിലും പല ആൾക്കാരുടെയും കൊടുത്ത് അവരെല്ലാം ദൈവത്തിൻ്റെ പേപ്പർ കൊണ്ടുവന്നാലേ തരുവുള്ളെന്നാണ് പറയണത്. എല്ലാ പള്ളികളിലും എല്ലാ സ്ഥാനത്തും കൊടുത്ത് ആരും കൈയേറ്റണില്ല. പടച്ചോനെ ഓർത്ത് നാട്ടുകാർ സഹായിച്ചാൽ തന്നെ ഞാൻ രക്ഷപ്പെടില്ലെങ്കിൽ എനിക്ക് തലചായ്ക്കാൻ നിവൃത്തിയില്ല. വിധവാ പെൻഷൻ ലഭിക്കാൻ 1 കൊല്ലത്തോളമായി പലരെയും സമീപിക്കുന്നു. വീടുകൾ കയറിയിറങ്ങുമ്പോൾ ലഭിക്കുന്ന തുച്ഛമായ തുക കൊണ്ടാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത്. ഭർത്താവ് ആരോഗ്യവാനായിരുന്നപ്പോൾ അല്ലലെന്തെന്നറിയാത്ത ഭീമയ്ക്ക് ഇന്ന് കണ്ണുനീരൊഴിഞ്ഞ നേരമില്ല. മക്കളുടെ രോഗാവസ്ഥയും സ്വന്തം ദുരിതവും പറഞ്ഞു കരയാൻ പോലും ഇവർക്കിന്നാരുമില്ല. കാരുണ്യത്തിന്റെ ഒരു നുറുങ്ങുവട്ടം അത് കാത്തിരിക്കുകയാണ് ഭീമ. ആഡംബരത്തിന്റെ സുഖ ശീതളിമയിലാണ് മലയാള ചലച്ചിത്ര ലോകം ഇന്ന്. സിനിമാ പാരമ്പര്യത്തിന്റെ കഥകൾ കൊട്ടിഘോഷിക്കുമ്പോൾ ഒരു നിമിഷം ഓർക്കുക, സിനിമാ ലോകത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ചിലരെയെങ്കിലും. ഒരല്പം പരിഗണനയെങ്കിലും അവരോടും അവരുടെ കുടുംബത്തോടും കാണിക്കുക. രാജഭരണകാലത്ത് പ്രതാപത്തിന്റെ മുഖമുദ്രയായിരുന്നവ കാലചക്രത്തിന്റെ രഥവേഗതയിൽ ചരിത്രത്തിന്റെ ശേഷിപ്പുകളായി മാറുന്നു. എന്നാൽ ഇവയുടെ സംരക്ഷണം ഇന്നൊരു ചോദ്യചിഹ്നമാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയായ ഇടുക്കി കുട്ടിക്കാനത്തെ അമ്മച്ചി കൊട്ടാരവും ഈ ദുർഗതി നേരിടുകയാണ്. നാശോന്മുഖമായ അമ്മച്ചി കൊട്ടാരത്തിന്റെ ദുരവസ്ഥ വരച്ചു കാട്ടുകയാണ് കാഴ്ചയ്ക്കപ്പുറം അടുത്തതായി. ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിന്റെ വേനൽക്കാല വസതിയായിരുന്ന അമ്മച്ചിക്കൊട്ടാരം
ഇന്ന് നാശത്തിന്റെ വഴിയിലേക്ക് കൂപ്പുകുത്തി വീഴുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്ന തിരുവിതാംകൂർ ദേശത്തിൽ വേനൽ കഠിനമാകുമ്പോൾ വേനലിൽ നിന്നും രക്ഷ നേടാൻ പണിതീർത്തതാണ് കുട്ടിക്കാനത്തെ രാജപ്രൗഢി വിളിച്ചോതുന്ന അമ്മച്ചിക്കൊട്ടാരം. ഈ കൊട്ടാരത്തിൽ പ്രധാനമായും ചിത്തിരതിരുനാൾ മഹാരാജാവിന്റെ അമ്മ പാർവതി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയും കൂട്ടരുമാണ് അധികവും താമസിച്ചിരുന്നത്. കൊട്ടാരത്തിന്റെ വാതിൽ തുറന്നാൽ ആദ്യം കാണുന്നത് ദർബാർ ഹാൾ. ദർബാർ ഹാളിനുള്ളിലൂടെ അകത്തുകടന്നാൽ രാജാക്കന്മാർ ഭക്ഷണം കഴിച്ചിരുന്ന മുറിയും കൈകൾ കഴുകാൻ ഉപയോഗിച്ചിരുന്ന വാഷ് ബേസിനും ഇന്നും അതേപടി നിലനിൽക്കുന്നു. കൊട്ടാരത്തിനുള്ളിൽ തന്നെ രാജകാലത്തെ ആട്ടുകല്ല് അതേപടി കിടക്കുന്നുണ്ട്. കൊട്ടാരത്തിനുള്ളിലെ നാലുകെട്ട് ഇടിഞ്ഞുകിടക്കുകയാണ്. തുളസിത്തറയാകട്ടെ കാടുകയറി കിടക്കുന്നു. കൊട്ടാരത്തിനുള്ളിൽ ഒരു രഹസ്യ അറയുണ്ടായിരുന്നു. ഇതിനുള്ളിലൂടെ 6 കിലോമീറ്റർ നടന്നാൽ പീരുമേട്ടിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്താൻ സാധിക്കും. പണ്ട് ശത്രുക്കളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാനായിരുന്നു ഈ ഗുഹാതുരങ്കം. രാജഭരണകാലത്ത് നടന്ന ഒരു സംഭവത്തിൽ ആരുടെയോ ശാപമായി മാറി നശിക്കുകയായിരുന്നു ഈ കൊട്ടാരം. എന്നാൽ ഇന്ന് പ്രേത സിനിമകളുടെ മാത്രം ഷൂട്ടിംഗ് നടക്കുന്ന കൊട്ടാരമാണിത്. പകൽ സമയങ്ങളിൽ പോലും ആരും ഒറ്റയ്ക്കിവിടെ കടന്നു ചെല്ലാൻ ധൈര്യം കാട്ടാറില്ല. ചിത്തിരതിരുനാൾ മഹാരാജാവിന്റെ മറ്റൊരു വേനൽക്കാല വസതിയായിരുന്ന തേക്കടിയിലെ ലേക്ക് പാലസ് ഇന്ന് KTDCയുടെ നിയന്ത്രണത്തിലുമാണ്. അമ്മച്ചിക്കൊട്ടാരത്തിനടുത്തു തന്നെ ഒരു ദിവാൻ കോട്ടയുമുണ്ട്. കൊട്ടാരത്തിന്റെ ഭിത്തികളെല്ലാം തന്നെ ഇടിയാൻ തുടങ്ങിയിരിക്കുന്നു. ചരിത്രാതീത കാലത്ത് നിർമ്മിച്ച മേൽക്കൂരയും തിരുവിതാംകൂർ മുദ്ര ആലേഖനം ചെയ്ത ഫലകങ്ങളുമെല്ലാം നിലംപൊത്താറായിരിക്കുന്നു. ഈ കൊട്ടാരം ഏറ്റെടുക്കുന്നവർക്ക് നാശമുണ്ടാകും എന്നാണത്രേ ഇതിന്റെ ശാപം. ഇത് വിശ്വാസവും. തിരുവിതാംകൂറിന്റെ പ്രതാപത്തിന്റെ അടയാളമായിരുന്ന അമ്മച്ചി കൊട്ടാരം ദുരന്ത ശാപം പേറി നശിക്കുകയാണ് ഇപ്പോൾ. അമ്മച്ചി കൊട്ടാരത്തിന്റെ പുനരുദ്ധാരണത്തിനും സംരക്ഷണത്തിനും വേണ്ടി അധികൃതർ ശ്രമിക്കുമെന്ന് കാഴ്ചയ്ക്കപ്പുറം പ്രതീക്ഷിക്കുന്നു. അത്യപൂർവമായവയുൾപ്പെടെ 5000-ലേറെ ശ്ലോകങ്ങളുടെ ശേഖരമുണ്ട് കൊല്ലം അഞ്ചൽ സ്വദേശി തടിക്കാട് ഖാന്റെ പക്കൽ. 20 വർഷത്തെ നിരന്തര പരിശ്രമത്തിനൊടുവിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചാണ് ഖാൻ ശ്ലോകശേഖരണം നടത്തിയത്. വേരറ്റുപോകുന്ന ശ്ലോകശാഖയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള തടിക്കാട് ഖാന്റെ ഉദ്യമം പ്രേക്ഷക സമക്ഷം എത്തിക്കുകയാണ് കാഴ്ചയ്ക്കപ്പുറം. ബാല്യത്തിൽ തുടങ്ങിയ ശ്ലോകാവേശം 5000-ലേറെയുള്ള ശേഖരത്തിലേക്കാണ് തടിക്കാട് ഖാനെ വഴി നടത്തിച്ചത്. ശ്ലോകശേഖരാർത്ഥമുള്ള ഇദ്ദേഹത്തിന്റെ സഞ്ചാരപഥങ്ങൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളം നീണ്ടു. മലയാള സംസ്കൃത ശ്ലോകങ്ങളിലുള്ള പിതാവിന്റെയും ജ്യേഷ്ഠന്റെയും പാണ്ഡിത്യം ഇദ്ദേഹത്തെ ആവേശിക്കുകയായിരുന്നു. ഇവരിൽ നിന്നും വിവിധ ഗ്രന്ഥങ്ങളിൽ നിന്നും ശ്ലോകങ്ങൾ ഹൃദിസ്ഥമാക്കാൻ അന്നേ ശ്രദ്ധ വച്ചു. നിരന്തരമായ അന്വേഷണങ്ങളിൽ 11-ാം നൂറ്റാണ്ട് മുതലുള്ള ശ്ലോകങ്ങൾ രേഖപ്പെടുത്തി. എൻ്റെ വീട്ടിലുള്ളവരും അക്ഷര ശ്ലോകങ്ങളും മറ്റ് ഒരുമിച്ചിരുന്ന ശ്ലോകങ്ങളൊക്കെ ചൊല്ലുമായിരുന്നു.
അക്കാലത്ത് കിട്ടിയിരുന്നവ എല്ലാം ഞാൻ ബുക്കുകളിലും ഡയറികളിലും കുറിച്ചിടുമായിരുന്നു. പിൽക്കാലത്ത് എൻ്റെ സുഹൃത്തുക്കളായിട്ട് ധാരാളം വിജ്ഞാനത്തിന് അനേകം ഗുണഗണപരമാമി ഏടു വായിക്കയാലും അങ്ങനെ ധാരാളം വായനാശീലത്തിലും ധാരാളം വൈദ്യന്മാരെ പോലെയുള്ള പണ്ഡിതന്മാരുമായുള്ള ബന്ധത്തിൽ അവരിൽ നിന്നും കിട്ടുന്ന നല്ല നല്ല ശ്ലോകങ്ങളെല്ലാം കുറിച്ച് ശേഖരിച്ചു വയ്ക്കുകയും പിൽക്കാലത്ത് ഇതെല്ലാം കൂടി ഒന്ന് നോക്കിയപ്പോൾ നഷ്ടപ്പെട്ടു പോകരുതല്ലോ എന്ന് കരുതി തിരഞ്ഞെടുത്തപ്പോൾ ഒരുപാടുണ്ട്. അവയെല്ലാം സോർട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ പിന്നെ ഇതിങ്ങനെ ഒരു ചരിത്രം നിർമ്മിച്ചാൽ എന്താണെന്ന് തോന്നി. സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴ് കലർന്ന മലയാളത്തിലുമുള്ള ശ്ലോകങ്ങൾ ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. ചരിത്രേതിഹാസങ്ങളിലെ ശ്രദ്ധേയ മുഹൂർത്തങ്ങൾ വിവരിക്കുന്നതുൾപ്പെടെ വൈവിധ്യമാർന്ന ശ്ലോക സഞ്ചയമാണ് തടിക്കാട് ഖാന്റേത്. കേരളത്തിലെ കന്യാകുമാരി മുതൽ ഗോകർണേശനെ വരെ സ്തുതിച്ചുകൊണ്ടുള്ളത്, വഞ്ചി തുഴഞ്ഞുകൊണ്ട് പോകുന്നത് സംസ്കൃത വൃത്തത്തിൽ തന്നെ ഉള്ള പഴയ വഞ്ചിപ്പാട്ടല്ല. പിന്നെ നമ്മുടെ ഹിമാലയൻ, സഹ്യൻ തുടങ്ങിയുള്ള പർവ്വതങ്ങളെ മുഴുവനും വർണ്ണിക്കുന്നത്, നദികളെ വർണ്ണിക്കുന്നത്, അങ്ങനെ മഹാകാവ്യങ്ങൾ, ഖണ്ഡകാവ്യങ്ങൾ, ചെറിയ നിരവധി ഒറ്റ ശ്ലോകങ്ങൾ, പിന്നെ ഈ സമസ്യാപൂരണങ്ങൾ എന്ന് വേണ്ട ഒരു മനുഷ്യൻ എന്താണ് ആഗ്രഹിക്കുന്നത്, ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ഈ ശ്ലോക സാഹിത്യ ചരിത്രം എടുക്കുന്നു. അവർക്കുദ്ദേശിച്ചത് എന്തെല്ലാമോ അതെല്ലാം അതിൽ കിട്ടും. വിശ്രുതരായ വ്യാസൻ, ഭാസൻ, ഭരതൻ, മാഖൻ, കാളിദാസൻ തുടങ്ങിയവർ മുതൽ തന്റെ തന്നെ രചനകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈവിധ്യമാർന്ന വിഷയങ്ങളെ പ്രതിപാദിക്കുന്നവയാണ് ശ്ലോകങ്ങൾ അത്രയും. നീതിന്യായങ്ങളെന്നേ വെറുമൊരു വചനം മാത്രമായി തീർന്നു വാരിൽ, സത്യത്തിൻ വക്രമുത്തുങ്കരുടെ ഹിതമതോർത്തെപ്പോഴും കെട്ടിടുന്നു. ആലംബം നഷ്ടമായോർക്കൊരു തണലേകുന്നതിനെന്തു ഞാനീ വാർദ്ധക്യത്തിൽ ചെയ്തിടും ഒരു രണമണി തൂവലേ കയ്യിലുള്ളൂ. സർവേയറായി വിവിധ ജില്ലകളിൽ തൊഴിലനുഷ്ഠിച്ചത് ഇദ്ദേഹത്തിന്റെ ഉദ്യമത്തിന് കരുത്തേകി. ശ്ലോക സാഹിത്യ ചരിത്രം എന്ന പേരിൽ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമത്തിലാണ് 70 പിന്നിട്ട ഇദ്ദേഹം. ഇതിനായി പ്രസാധകരെ തേടുകയാണ് തടിക്കാട് ഖാൻ. ഇത് ഇനി സാധാരണക്കാരുടെ ഇടയിൽ എത്തണം എന്ന ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. അതിന് നല്ല പ്രസിദ്ധീകരണക്കാരായ ആരെങ്കിലും വന്നാൽ ഞാനിത് അവർക്ക് വലിയ എമൗണ്ട് ഒന്നും കൂടാതെ തന്നെ കൊടുക്കാം എന്നുള്ളത് ഈ ചാനൽ മുമ്പാകെ ഞാൻ പ്രതിജ്ഞ എടുക്കുകയാണ്. 6 നാടക ഗ്രന്ഥങ്ങൾ ഇദ്ദേഹത്തിന്റെ തൂലികയിൽ പിറവിയെടുത്തിട്ടുണ്ട്. നിരവധി കവിതകളും പ്രസിദ്ധീകരിച്ചു. 3 പുസ്തകങ്ങൾക്കുള്ള കവിതകൾ തയ്യാറായിട്ടുമുണ്ട്. വിസ്മൃതിയിലേക്കാളുന്ന ഈ സാഹിത്യശാഖയെ പുതുതലമുറയിലേക്ക് എത്തിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. വാർദ്ധക്യ വഴിയിലും ശ്ലോകങ്ങൾ പാടി അർത്ഥം വിശദീകരിച്ച് മുന്നേറുകയാണ് സമാനതകളില്ലാത്ത ഈ വ്യക്തിത്വം. കാലം സാക്ഷി പറഞ്ഞിടും മമ കഥാകാവ്യോടു രത്നാവലി, ഇന്നോളം ഗണമൊന്നിലും സഹൃദയർ കണ്ടില്ല കാണേണ്ട മേൽ. എന്നും ഞാൻ എഴുതിയിടുമെന്നൊടുവിലെ ശ്വാസം നിലയ്ക്കും വരെ, നാളത്തെ പ്രതിഭയ്ക്കു നൽകുവതിനീ സാഹിത്യമാണ് ധനം. അറിവ് മറ്റുള്ളവരിലേക്ക് പകരുമ്പോഴാണ് അത് അർത്ഥവത്താകുന്നത്. അമൂല്യ വൈജ്ഞാനിക സമ്പത്തായ ശ്ലോകശേഖരം ഗ്രന്ഥമാക്കാനുള്ള തടിക്കാട് ഖാന്റെ ശ്രമങ്ങൾക്ക് കാഴ്ചയ്ക്കപ്പുറത്തിന്റെ ഭാവുകങ്ങൾ. ഉത്തര മലബാറിലെ തെയ്യക്കാലം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. മാസങ്ങൾ നീണ്ട തെയ്യക്കാലത്ത് കെട്ടിയാടിയ തെയ്യക്കോലങ്ങൾ നിരവധിയാണ്. ഓരോ തെയ്യത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. എന്നാൽ വെള്ളാട്ടത്തിന്റെ പ്രത്യേകത കൊണ്ട് ശ്രദ്ധേയമായ തെയ്യമാണ് പുലിയൂർ കണ്ണൻ.
ഉത്തര മലബാറിലെ തെയ്യക്കാലം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. മാസങ്ങൾ നീണ്ട ഈ തെയ്യക്കാലത്ത് മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിയാടിയ തെയ്യക്കോലങ്ങൾ നിരവധിയാണ്. ഓരോ തെയ്യത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. മുടിയും വേഷവിധാനങ്ങളുമാണ് പ്രധാനമായും തെയ്യങ്ങളുടെ പ്രത്യേകത. എന്നാൽ വെള്ളാട്ടത്തിന്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ തെയ്യമാണ് പുലിയൂർ കണ്ണൻ. തെയ്യം മുടി വയ്ക്കുന്നതിനു മുമ്പ് തെയ്യക്കോലം ധരിക്കുന്ന ആൾ അനുഷ്ഠാനത്തോടെ തോറ്റംപാട്ടും കാപ്പ് പ്രദക്ഷിണവും ചെയ്യുന്നതാണ് വെള്ളാട്ടമായി അറിയപ്പെടുന്നത്. വെള്ളാട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അളങ്കോലം ഉണ്ടല്ലോ. തിരുമുടി വെച്ച് കോലം ധരിക്കുന്ന ഇടത്തുള്ള ഒരു അളങ്കോലം, അതാണ് വെള്ളാട്ടം. പുള്ളൂരെണ്ണം മാത്രമല്ല, പുലിക്കനാരുണ്ട്, കരിന്തിരി നായരുണ്ട്, പിന്നെ കാളപ്പുലിയ അച്ഛനായിട്ട് വരും. ഇതിന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയും ഉണ്ടാകും. വണ്ണാൻ സമുദായ അംഗങ്ങളാണ് പുലിയൂർ കണ്ണൻ തെയ്യം കെട്ടുന്നത്. വൃഷദാസുര വധത്തിനായി പുലിരൂപം പൂണ്ട ശിവഭഗവാന്റെ മക്കളിൽ ഒരാളാണ് പുലിയൂർ കണ്ണൻ എന്നാണ് വിശ്വാസം. വടക്കേ മലബാറിലെ പാണത്തൂരാണ് ഇതിന്റെ ആരുടെ സ്ഥാനമായി സങ്കല്പിക്കുന്നത്. പുലിയൂർ കണ്ണൻ തെയ്യം മലബാറിലെ അപൂർവം ചില ക്ഷേത്രങ്ങളിൽ മാത്രമാണ് കെട്ടിയാടാറുള്ളത്. സന്ധ്യാവിളക്ക് കത്തിച്ചതിനു ശേഷമാണ് പുലിയൂർ കണ്ണന്റെ വെള്ളാട്ടം ആരംഭിക്കുന്നത്. കാവിൻ തിരുമുറ്റത്ത് ഉറഞ്ഞുതുള്ളുന്ന ശൈവ ചൈതന്യത്തിന്റെ രൗദ്രഭാവവും ചടുലതാളവും അസുരതാളത്തിന്റെ അകമ്പടിയും പുലിയൂർ കണ്ണന്റെ വെള്ളാട്ടത്തെ അവിസ്മരണീയമാക്കുന്നു. പുലിയൂർ കണ്ണന്റെ വെള്ളാട്ടം കാണുന്നതിനും അനുഗ്രഹം വാങ്ങുന്നതിനുമായി നൂറുകണക്കിന് ആളുകളാണ് പുലിത്തെയ്യങ്ങൾ കെട്ടിയാടുന്ന കാവുകളിലേക്ക് ഒഴുകിയെത്തുന്നത്. ഭക്തർക്കുപദേശവും ശാസനയും അനുഗ്രഹവും നൽകുന്ന പുലിയൂർ കണ്ണന്റെ വെള്ളാട്ടം മറക്കാനാകാത്ത അനുഭവമാണ് ഓരോ ഭക്തനും സമ്മാനിക്കുന്നത്. തങ്ങളുടെ ദുഃഖവും സന്തോഷവും ആശങ്കയുമെല്ലാം പുലിയൂർ കണ്ണനുമായി വെള്ളാട്ടത്തിനിടെ ഭക്തർ പങ്കുവയ്ക്കുന്നു. ഇടയ്ക്കിടെയുള്ള തോറ്റംപാട്ടിലൂടെ പുലിയൂർ കണ്ണന്റെ ഐതിഹ്യം ഭക്തരുടെ മനസ്സിലേക്ക് തോറ്റം പാടുന്നവർ കുടിയിരുത്തുന്നു. പുലിയൂർ കണ്ണന്റെ വെള്ളാട്ടം കുട്ടികൾക്കും പ്രിയപ്പെട്ടതാണ്. വെള്ളാട്ടത്തെ ആർപ്പ് വിളിയോടെയാണ് അവർ വരവേൽക്കുന്നത്. പുലിപറ്റ മക്കളുടെ കൂട്ടത്തിൽ വൻപനാണ് ഈ രാമപുരത്തെ പുലിയൂർ കണ്ണൻ. പക്ഷെ ഈ ജനങ്ങളും കാര്യവും ഇത് ബഹളമെല്ലാം കണ്ടുനോക്കുമ്പോൾ ഇതിൻ്റെ ആയ ഒരു പ്രൗഢി കൊണ്ടാണ് ഈ കുട്ടികളുമായിട്ടുള്ള ഇതിന്റെ നൃത്തങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ. വെള്ളാട്ടത്തിന്റെ അതാണ് അതിന്റെ കാര്യങ്ങൾ. പുലിയൂർ കണ്ണൻ വെള്ളാട്ടത്തിനിടെ കുട്ടികൾക്കൊപ്പം കളിക്കുന്നതും അവരെ ശാസിക്കുന്നതും ഭയഭക്തി ബഹുമാനത്തോടെയാണ് ഏവരും വീക്ഷിക്കുന്നത്. പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെതായ ഉപദേശങ്ങളാണ്. കുട്ടികളോട് അങ്ങനെ ഓടരുത്, ചാടരുത് എന്നെല്ലാം പറഞ്ഞിട്ട് ഭയപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യും. 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വെള്ളാട്ടം വാദ്യവേഷത്തിന്റെ ശബ്ദത്തിനനുസരിച്ച് ആടുകയും ഓടുകയും ചെയ്യും. പുലിയൂർ കണ്ണന്റെ അനുഗ്രഹം ലഭിച്ചാൽ കുട്ടികൾക്കുണ്ടാകുന്ന അനാവശ്യ ഭയം ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ വെള്ളാട്ടം കഴിഞ്ഞതിനുശേഷം നിരവധി ഭക്തരാണ് അനുഗ്രഹം തേടി പുലിയൂർ കണ്ണൻ വെള്ളാട്ടത്തിനരികിൽ എത്തുന്നത്. വെള്ളാട്ടത്തിനു ശേഷമാണ് വേഷവിധാനങ്ങളോടെ പുലിയൂർ കണ്ണൻ മുടിവെക്കുക. മറ്റു തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായുള്ള പുലിയൂർ കണ്ണന്റെ വെള്ളാട്ടമാണ് ഭക്തർക്ക് ഏറെ പ്രിയപ്പെട്ടത്. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പുലിയൂർ കണ്ണന്റെ തെയ്യം കെട്ടിയാടിയ കണ്ണൂർ മാച്ചേരി പൂവത്തിടത്ത് പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയത്. ഒരു നാടിന്റെയും ജനതയുടെയും സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതാണ് തെയ്യക്കോലങ്ങൾ. വർണ്ണങ്ങളുടെയും ഭക്തിയുടെയും തീക്ഷ്ണതയും ചടുലതയും ആ കലാരൂപത്തിന്റെ വശ്യത വർദ്ധിപ്പിക്കുന്നു. നീതിയുടെ വെളിച്ചവും സ്നേഹസാന്ത്വനങ്ങളുടെ സാമീപ്യവും അന്യമായ ജീവിത ചിത്രങ്ങളെ സുമനസ്സുകൾക്ക് പരിചയപ്പെടുന്ന മാധ്യമധർമ്മമാണ് ഞങ്ങളുടേത്. വാർത്താവേഗതയിൽ കടന്നുപോകുന്ന ഈ ദൃശ്യങ്ങൾക്ക് കൈത്താങ്ങാകാൻ പ്രേക്ഷകരുടെ സഹായവും ഞങ്ങൾ തേടുന്നു. വേറിട്ട വാർത്താചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങൾക്ക് എഴുതുക. ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും. എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, കാഴ്ചയ്ക്കപ്പുറം, ജയന്ത് TV, ഫോർട്ട് PO, തിരുവനന്തപുരം 23. വീണ്ടും അടുത്തയാഴ്ച. ജയ് ഹിന്ദ്.